തൃശ്ശൂരിൽ മന്ത്രി കെ രാജന്റെ മണ്ഡലത്തിലെ ചവറാംപാടം ശ്രീധരി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി 4.5 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയായിട്ടില്ല. 2022 പൂർത്തീകരിക്കേണ്ട നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിൽ ജനങ്ങളും പ്രതിഷേധത്തിലാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മഴക്കാലവും ആരംഭിച്ചു. പാലം പണി ഇപ്പോഴും മന്ദഗതിയിൽ തന്നെ. റവന്യൂ മന്ത്രി കെ രാജൻ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പായിരുന്നു ശ്രീധരി പാലം. ഏകദേശം 4.5 വർഷമായി ഇതിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെ പണി പൂർത്തീകരിക്കാൻ കഴിച്ചിട്ടില്ല. 2022 ഈ പാലം പണി പൂർത്തീകരിച്ചിട്ട് ഇതിലെ വാഹന ഗതാഗതം സംവിധാനം ഒരുക്കുന്ന അന്നത്തെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി നമുക്ക് ജനങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. 2 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഗതി എങ്ങനെയാണെന്ന് അറിയാം. 2020 തുടങ്ങിയ പാലം ഇപ്പോൾ 2024 പണി പൂർത്തീകരിക്കേണ്ടി കിടക്കുന്നത്. ഇപ്പോഴും ഈ 2 റോഡുകളും റിംഗ് റോഡുകളും ഒന്നും പൂർത്തീകരിക്കേണ്ട അങ്ങനെ തന്നെ ഇട്ടൊക്കെയാണ്. 2022 കടന്ന് 2024 എത്തി നിൽക്കുമ്പോഴും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അങ്ങനെ മനുഷ്യനെ ചുറ്റിച്ചുകൊണ്ട് 4.5 കൊല്ലം ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് നിർമ്മാണ ഉദ്ഘാടനം ഞങ്ങൾക്ക് ഇതുവരെ കടന്നു കിടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മിൽക്ക് സൊസൈറ്റി, മറ്റേ സ്കൂള്, ആരാധനാലയം, ഇപ്പോൾ ഒരു മരണ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സെമിത്തേരി, ഇവിടേക്ക് കൊണ്ടുവരാൻ പോലും ഞങ്ങൾക്ക് സാഹചര്യമില്ല. കോൺട്രാക്റ്റിന് ആവശ്യമായ തുക നൽകാത്തതാവാം നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കർഷകർ ഉൾപ്പെടെ ഉയർത്തുന്ന ആക്ഷേപം. ഫണ്ട് ഇവർക്ക് കൊടുത്തിട്ടില്ല. നിസ്സാര ഫണ്ട് കൊണ്ട് അവര് പണി ഇത്രയാക്കി തന്നെ ഇവർ ആ കോൺട്രാക്റ്റുകാരുടെ കാര്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവർ ഇന്ന് കൊടുക്കുന്ന നാളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അറിവിൽ പറയണിൽ 1 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളൂ ഈ പാലം പണിതിട്ട്. ഇനിയിപ്പോൾ റോഡില്ല എന്നാണ് എൻ്റെ അറിവ്, പണിയില്ല. ഇത് മാത്രം മണ്ണിട്ട് വണ്ടി ഓടിക്കാവുന്ന ഒരു സെറ്റപ്പ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് റോഡ് മണ്ണിട്ട് മാത്രം നടത്തും. നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ദേശീയപാതയിലെത്താം. കിലോമീറ്ററുകൾ ചുറ്റിയുള്ള സഞ്ചാരം ഒഴിവാക്കുന്നതിനൊപ്പം പ്രദേശത്തെ കർഷക മേഖലയ്ക്കും പാലം വരുന്നതോടെ ഉണർവേകാം. പ്രതിഷേധങ്ങൾ വരുമ്പോൾ മാത്രമാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. പാലത്തിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്ക് ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജനം, തൃശൂർ.